ഹലോ, ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, കുറച്ച് ഇൻഗ്രീഡിയൻസേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടുപ്പത്തൊരു പാത്രം വെക്കാം. ഞാനിപ്പോൾ കടായിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 കഷ്ണം ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ടയും ഒരു ഏലക്കയും നമുക്ക് ഇട്ട് കൊടുക്കാം, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 5 മീഡിയം സൈസ് സവാള ഇതുപോലെ മസാലക്ക് കരിയുന്ന പോലെ നേർങ്ങനെ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിൻ്റെ അളവാണ് കേട്ടോ ഇത്. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിൻ്റെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തക്കാളി പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ തക്കാളി അത്യാവശ്യം ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല, ആകെ മുളക് പൊടിയാണ് എരിവിന് ചേർക്കുന്നുള്ളൂ. പച്ചമുളകും ചേർക്കുന്നില്ല, അതുപോലെ തന്നെ പെപ്പർ പൗഡറും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സവാളയും ആ ഒരു മസാലയും ഒക്കെ ഈ ഒരു ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് 15 മിനിറ്റ് വേവിക്കണം ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ 1-2 തവണ ഇളക്കിയിട്ടുണ്ട്. ആ ഒരു സമയം നിങ്ങളും ഇളക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല. ഈ ഒരു ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളം മാത്രം മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ. അങ്ങനെ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇനി അവസാനമായിട്ട് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്.